ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായ പ്രചരണായുധമാക്കി മാറ്റുകയാണ് UDF. ഇന്നത്തെ പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ ബൈറ്റുകൾ ശ്രദ്ധിക്കുകയായിരുന്നു. അവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും മാറ്റാത്തതിനെക്കുറിച്ചാണ്. പാർട്ടി പത്മകുമാറിന് കൊടുക്കുന്ന ഈ കരുതൽ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമോ? KS അരുൺകുമാർ. ഇവിടെ ബഹുമാനപ്പെട്ട UDFന്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് KPCCയുടെ പ്രസിഡന്റും അതുപോലെ പ്രതിപക്ഷ നേതാവും പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ട് വാസുവിനെ രക്ഷിച്ചു, പത്മകുമാറിനെ രക്ഷിച്ചു, ഒരറസ്റ്റ് നടക്കുന്നില്ല, അന്വേഷണം തേഞ്ഞു മാഞ്ഞു കളഞ്ഞു എന്ന് ഒരു 20 ദിവസം മുമ്പ്, 2 ആഴ്ച മുമ്പ് ഇവർ പ്രസ്താവിക്കുകയും അതിൻ്റെ ഭാഗമായി മാധ്യമങ്ങൾ ചർച്ച നടത്തിയതും നമുക്ക് ഓർമ്മയുണ്ട്. ഞാനും ആ ചർച്ചയിൽ പങ്കെടുത്തതാണ്. അന്നും നമ്മൾ പറഞ്ഞത് അന്വേഷണ സംഘം അതിൻ്റെ വഴിക്ക് പോകും, അതിശക്തമായിട്ടുള്ള അന്വേഷണം നടത്തും, ശബരിമലയുടെ ഒരു നയാ പൈസ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ല, ഒരു സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റ് സ്വർണം പോലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കും, അത് അന്വേഷണത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്നതാണ് പറഞ്ഞത്. അന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു, എല്ലാം തേച്ചു മാച്ച് കളഞ്ഞു എന്ന. CBI എൻക്വയറി വേണം, ഈ അന്വേഷണ ഏജൻസിയെ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് 5 ദിവസം കേരളത്തിന്റെ നിയമസഭ സ്തംഭിപ്പിച്ചവരായി ഇവർ. അതിനുവേണ്ടി കേരളത്തിലെ 14 ജില്ലയിലും സമരം നടത്തിയവരായി ഇവർ. അതുപോലെ തന്നെ ജലഭീരങ്കി അടക്കം അടിക്കുന്ന തരത്തിൽ വലിയ സമര കോലാഹലങ്ങൾ സൃഷ്ടിച്ചതാണ് ഇവർ. എന്നിട്ട് ഇപ്പൊ പറയുന്നു ഇപ്പൊ എല്ലാം ഓക്കെ എന്ന്. ഞാനൊരു കാര്യം പറയാം, ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു. ഞങ്ങളെ ജനങ്ങൾക്കറിയാം, ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് എന്താണ്, ആ വാക്ക് പാലിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള അന്വേഷണം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന നിലപാട് എന്താണ്. ഒരാളെയും സംരക്ഷിക്കുന്ന സാഹചര്യമില്ല. പാർട്ടി പല ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഗവൺമെന്റ് പല ഉത്തരവാദിത്വവും പല വ്യക്തികളെ ഏൽപ്പിച്ചിട്ടുണ്ട്, പല സംഘടനകളെ ഏൽപ്പിക്കും. ആ ഉത്തരവാദിത്വം നിർവഹിക്കാതെ വീഴ്ച വരുത്തിയത് ആരായാലും അവർ നിയമത്തിന്റെ വഴിയെ പോകേണ്ടി വരും, അവർ ഗോതമ്പുണ്ട തിന്നേണ്ടി വരും. അവർ എത്ര ഉന്നതരായാലും അവരെ സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല. കോൺഗ്രസ് എടുത്തതുപോലെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു മിനിമം ഉത്തരവാദിത്വമെങ്കിലും ഇന്ന് CPM കാണിച്ചിരുന്നെങ്കിൽ വിശ്വാസികൾ വിശ്വസിക്കുമായിരുന്നില്ലേ? ഇന്ന് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ സംസ്ഥാന സെക്രട്ടറിയുടെ തീരുമാനങ്ങൾ വിശദീകരിച്ചു. പക്ഷേ അപ്പോഴും എല്ലാവരും കരുതിയത് തൽക്കാലം ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് മാറ്റി നിർത്തുമെന്നാണ്. പക്ഷേ SIT അറസ്റ്റ് ചെയ്ത് ഗൂഢാലോചനയുടെ കേന്ദ്രമെന്ന് കരുതുന്ന, ഇതിൽ ഭരണപരമായ വീഴ്ചയടക്കം എണ്ണമിട്ട് പറയുകയും ഇതിൽ ഗൂഢാലോചന നടത്തി എന്ന് SIT കരുതുകയും ചെയ്യുന്ന പത്മകുമാറിനെ പാർട്ടി ഇരുവരെയും കൈവിട്ടിട്ടില്ല. ഈ നമ്മൾ സംസാരിക്കുന്ന നിമിഷവും അദ്ദേഹം ജില്ലാ കമ്മിറ്റിയിൽ തുടരുകയാണ്. എന്നാൽ മറുഭാഗത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പേരിലാണെങ്കിൽ പോലും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതെ, കോൺഗ്രസിന്റെ ഭരണഘടനയിൽ ഇല്ലാത്ത ഒരു നടപടി. അത് ആ ഭരണഘടന നമുക്കറിയാലോ, ആ സസ്പെൻഷനെ കുറിച്ചൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തതാണ്. അദ്ദേഹം സസ്പെൻഷനിലാണോ, ആ ഭരണഘടനാപരമായി അത്തരം നടപടി ഉണ്ടോ, ആ നടപടിയുടെ കാലാവധി പോലും പറയാത്ത നടപടിയൊക്കെ നമ്മൾ കണ്ടതാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമാണ്. സീൽഡ് കവറിൽ കൊടുക്കുന്ന റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ ഒരു ആധികാരികമായിട്ടുള്ള വിവരം പുറത്തു വരുന്നേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള വിവരം ഫസ്റ്റ് പേപ്പർ എന്നാണോ പുറത്തു വരുന്നത്, ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞങ്ങളുടെ ഏതെങ്കിലും സഖാവ് കുറ്റം ചെയ്തിട്ടുണ്ടോ, മാതൃകാപരമായി ഒരു മടിയുമില്ല, ഒരു സംരക്ഷിക്കുന്ന നിലപാടില്ല. റിമാൻഡ് റിപ്പോർട്ട് നമുക്കറിയാം, ഒരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് FIR ഉണ്ട്, റിമാൻഡ് റിപ്പോർട്ടുണ്ട്. എന്നാൽ കൃത്യമായി ഇതിൽ മൊഴികളടക്കം വിവരങ്ങൾ പുറത്തു വരട്ടെ, അതിൽ ഒരു ധൃതിയുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സംരക്ഷിക്കുന്ന നിലപാട് ഒരിക്കലും സ്വീകരിക്കില്ല, ഉറപ്പല്ലേ പറയുന്നത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയില്ലല്ലോ, സസ്പെൻഷൻ എന്തിനാ വന്നത്? നമ്മളടക്കം ആവശ്യപ്പെട്ടു. അദ്ദേഹം MLA എന്ന നിലയിൽ തുടരുമ്പോൾ പാർട്ടിയിൽ തുടരുന്നതിൽ പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുമെന്ന പാർട്ടി തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഇന്നിപ്പം പ്രതിപക്ഷ നേതാവിന് ധൈര്യത്തോടെ പറയാം, ഞങ്ങൾ കോൺഗ്രസിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു. സ്വർണ്ണക്കൊള്ളയിൽ 2 നേതാക്കന്മാരുണ്ടല്ലോ, അതിലൊരു നേതാവ് ജില്ലാ കമ്മിറ്റിയിൽ തുടരുകയല്ലേ, നിങ്ങൾ സസ്പെൻഡ് ചെയ്തോ എന്ന ചോദ്യത്തിന് മറുപടിയില്ല. അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരുടെയും കണ്ണിൽ പൊടിയിടേണ്ട. ഞങ്ങളുടെ കമ്മിറ്റ്മെൻറ്റ് പൂർണ്ണമായും ജനങ്ങളോട് തന്നെയാണ്. ഈ പാർട്ടിക്ക് ഒരു ഭരണഘടനയുണ്ട്, അതിൻ്റേതായിട്ടുള്ള രീതിയുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ തെളിവ് പുറത്തു വരുന്ന സാഹചര്യം അധികമൊന്നും വൈകണ്ട, അതൊന്നും വന്നോട്ടെ. ഞങ്ങൾ മാതൃകാപരമായി പുറത്താക്കേണ്ടതാണ് ഈ പുറത്താക്കും, അതുപോലെ മറ്റ് നടപടി സ്വീകരിക്കേണ്ടതാണെങ്കിൽ നടപ്പാക്കും. അല്ലാതെ ജനങ്ങളെ കബളിപ്പിക്കാൻ തട്ടിക്കൂട്ട് ഭരണഘടനാ വിരുദ്ധമായ നടപടിയെടുത്തിട്ട് നിയമസഭയിൽ ഇരുത്തി, എല്ലാ യോഗങ്ങളിലും സ്റ്റേജിൽ കൊണ്ടുപോയി ഇരുത്തി സംരക്ഷിക്കുന്ന നിലപാടെടുത്ത് അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും വർത്തമാനം പറയുന്നവരെ തിരിച്ചാക്രമിക്കുന്ന, വനിതകൾ പോലും ആക്രമിക്കുന്ന നിലപാട്. പത്മകുമാറിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് ഞങ്ങളുടെ പാർട്ടിക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ട്. മാധ്യമങ്ങളിൽ ഒരു വാർത്ത വന്നു, ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം നടപടിയെന്നല്ല.
ഞങ്ങൾക്ക് കൺട്രോൾ കമ്മീഷൻ വരെ പോകാവുന്ന ഒരു നടപടി സ്വീകരിക്കപ്പെട്ടയാൾക്ക് കൺട്രോൾ കമ്മീഷൻ വരെ പോകാം. ഞങ്ങൾ കൃത്യമായി അതിന്റെ തെളിവ് ശേഖരണം, കാരണം അന്വേഷണ ഏജൻസി നടക്കുന്നു, സീൽഡ് കവറിലാണ്, മറ്റതിൻ്റെതായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുണ്ട്. ആ വിവരങ്ങൾ പുറത്തു വന്നോട്ടെ, അതിന്റെ പരിശോധന, നിങ്ങളൊക്കെ ഞെട്ടുന്ന നടപടി പെട്ടെന്ന് വരും, അല്ലെങ്കിൽ അതിൽ സ്വീകരിക്കും. പല ഘട്ടങ്ങളിലും അന്വേഷണമേ അട്ടിമറിച്ചു എന്ന് പറഞ്ഞവർ തിരിച്ചു പറയുന്നുണ്ടല്ലോ. ഏതായാലും നടപടി സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടല്ലോ എന്ന് പറയുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു, അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന ദിവസങ്ങൾ ചർച്ച ചെയ്തതാ ഇവിടെ. ഈ അന്വേഷണ ഏജൻസിയെ ഞങ്ങൾക്ക് വിശ്വാസമില്ല, അതുകൊണ്ട് CBI വരണമെന്ന് ആവശ്യപ്പെട്ടവരൊക്കെ തിരിച്ചു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഞങ്ങളിപ്പോൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓരോ വീട് കയറുമ്പോഴും ജനങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്ക്വാഡുകളെല്ലാം കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അത് ഏതെങ്കിലും പത്രവാർത്തയോ ചാനൽ ചർച്ചയുടെ പേരിലല്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ട് രീതിയുണ്ട്, അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്, ജനങ്ങൾ അത് ബോധ്യപ്പെടും. ഇപ്പോൾ തന്നെ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചതല്ലേ. പ്രകടന പത്രികയിൽ പറഞ്ഞു എന്ന് നമ്മൾ കൊടുത്ത വാഗ്ദാനങ്ങളും നടപ്പിലാക്കിയതും കോൺഗ്രസ് മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളും ഒക്കെ നമുക്ക് ചർച്ചയ്ക്കെടുക്കാം. Debate with Dr. Arun Kumar.